ഇന്ന് നമ്മൾ നിൽക്കുന്നത് എവിടെയാ പറ? ഭരണങ്ങാനത്ത്. അതെ, ഭരണങ്ങാനത്തുള്ള അപ്പോളിയോ സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസിന്റെ മുന്നിലാണ് ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത്. നിങ്ങളൊരു വീട് പണിയാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നതായിരിക്കും. നൂതനമായ രീതിയിൽ ഇപ്പൊ വീട് പണിയുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ലാഭമായിരിക്കും പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ വുഡ് യൂസ് ചെയ്യുന്നതിന് പകരം കൂടുതൽ ആൾക്കാരും സ്റ്റീലാണ് യൂസ് ചെയ്യുന്നത്. അതാണ് ഇവിടെ കൂടുതലായിട്ട് വരുന്നത്. ഇവരെ ഫാക്ടറിയും കാര്യങ്ങളും പ്രൊഡക്ഷനും മെറ്റീരിയൽസ് എല്ലാം നമുക്ക് കാണാം. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇവിടെയുള്ള ആൾക്കാരോട് ചോദിച്ചറിയാം. ഹലോ, എന്റെ പേര് ജ്യോതി എന്നാണ്. ഞാൻ ഇവിടുത്തെ സെയിൽസ് മാനേജറാണ് അപ്പോളോ ഇൻഡസ്ട്രീസ്. ഇവിടെ എന്തൊക്കെ പ്രോഡക്റ്റ് ഒക്കെയാണ്? സ്റ്റീലിന്റെ മാത്രമാണോ അതോ ഫൈബർ അങ്ങനെ? ഇവിടെ നമ്മള് സ്റ്റീലിന്റെ ടാറ്റ സ്റ്റീലിന്റെ ഡോസ് ആണ് ചെയ്യുന്നത്. നമ്മൾ മേക്ക് ചെയ്യുന്നതുകൊണ്ട് പിന്നെ ഇമ്പോർട്ടഡ് ഡോസും ഉണ്ട്, GA സ്റ്റീലിന്റെ, പിന്നെ ഫൈബർ ഡോസും ഉണ്ട്. ബ്രാഞ്ചസ് എവിടേക്കാ വരുന്നത്? ഇത് നമുക്ക് ഹെഡ് ഓഫീസ് വരുന്നത് മലപ്പുറത്താണ്. പിന്നെ നമുക്കിപ്പം ഈ ബ്രാഞ്ച് ഇവിടെ തുടങ്ങിയിട്ട് 1 ഇയർ കഴിഞ്ഞു. പിന്നെ നമുക്കിപ്പം തൃശ്ശൂരും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ മേക്കിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത് എവിടെയാ? മലപ്പുറത്താണോ അതോ? അല്ലല്ല, മലപ്പുറത്ത് ഫാക്ടറി ഉണ്ട്, ഇവിടെ നമ്മുടെ ഔട്ട്ലെറ്റ് ഉണ്ട്. ഫാക്ടറി ഉണ്ട്, ഇവിടെ ഉണ്ട്. ഇവിടെയും നമ്മൾ മേക്ക് ചെയ്യുന്നു. വിൻഡോസും ഡോസും. വിൻഡോസും ഡോസും. ഇത് നമുക്ക് വരുന്നത് 120 210 ഹൈറ്റും വിട്ടും വരുന്ന മെയിൻ ഡോർ ആണ്. ഇത് നമ്മൾ 9 ഇഞ്ചസിലാണ് ഇപ്പൊ ഇത് ഉള്ളത്. ഇത് ഡിഫറെന്റ് കളറിലും ഡിസൈനിലും നമുക്ക് ലഭ്യമാണ്. ഇതിപ്പോ ഡബിൾ ഡോർ ആണ് വരുന്നത്. നമുക്ക് മദർ ആൻഡ് സൺസ് മോഡലും വരുന്നുണ്ട്, പിന്നെ സിംഗിൾ ഡോറും ഉണ്ട്. സിംഗിൾ ഡോറും വരുന്നുണ്ട്. അത് നമുക്ക് സൈസ് വ്യത്യാസം വരുന്നുണ്ട്. അതിൽ 110 നമുക്ക് വിട്ട് വരുള്ളൂ, 120 വരും. അതുപോലെ ഈ കൊടുക്കുന്ന നോർമൽ സൈസ് ഉള്ള അതെ, അത് 90 210 സൈസിലാണ് വരുന്നത്. ഇതെല്ലാം ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഡോസ്. അതുപോലെ തന്നെ ഇഞ്ചസും കാര്യങ്ങളും ഹാൻഡിൽസ് കാര്യങ്ങളും. അതെ അതെ, ഇത് നമുക്ക് മൾട്ടി ലോക്ക്ഡ് സിസ്റ്റം ആണ് ഇതിലുള്ളത്. മെയിൻ ഡോറിൽ വരുന്ന മൾട്ടി ലോക്ക്. എത്ര ലോക്ക്? ഇത് ടോട്ടൽ നമുക്കൊരു 15-13 അടുത്ത് ലോക്സ് വരുന്നുണ്ട്. ഇത് ഫുള്ളായിട്ട് നമ്മുടെ ഇത് ഉൾപ്പെടെ മൊത്തത്തിലല്ലേ? മൊത്തത്തിലുള്ള റേറ്റ് നമ്മളിത് ഫിക്സ് ചെയ്ത് ഇൻസ്റ്റാളേഷൻ ഉള്ളതാണ്. ഇൻസ്റ്റാളേഷൻ അത് ഉൾപ്പെടെ അതിന്റെ റേറ്റ് ഡബിൾ ഒക്കെ വരുമ്പോഴത്തേനും നമുക്കൊരു 43-42 ഒക്കെ സ്റ്റാർട്ടിങ് വരും. മെയിൻ ഡോർ തന്നെ സിംഗിൾ വരുമ്പോ എത്രയായിരിക്കും? മെയിൻ ഡോർ തന്നെ നമുക്ക് സിംഗിൾ വരുമ്പോഴത്തേനും ഒരു 30-31 ഒക്കെ സ്റ്റാർട്ടിങ് വരും. നോർമൽ ഡോർ ആണ് നമുക്ക് 110 ഒക്കെ വരുന്നത്. ഇതിപ്പോ ഡബിൾ ഡോർ സിസ്റ്റംസ് വരുമ്പോഴത്തേനും അത്രയൊക്കെ റേറ്റ് വരും. ഇതിന്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് നമുക്ക് 10 ഇയേഴ്സ് വാറണ്ടി ഉണ്ട്. നമുക്ക് സർവീസിംഗും അവൈലബിൾ ആണ്. ഇവിടെ തന്നെ സർവീസ്? അല്ല, നമ്മൾ അവിടെ വന്ന് ചെയ്തു തരും. അവിടെ വന്ന് ചെയ്തു. ഹോം ഡെലിവറി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹോം ഡെലിവറി ആണെങ്കിൽ ഇത് നമുക്ക് ഇമ്പോർട്ടഡ് ഡോസ് എന്ന് പറയുന്നത് നമുക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ വന്ന് ഫിക്സ് ചെയ്ത് തരുന്ന ഒരു റേറ്റും കാര്യങ്ങളും ഇതിൽ വരുന്നത്. അത് ഉൾപ്പെടെയാണ് റേറ്റ് വരുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഡോർ. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് മദർ ആൻഡ് സൺസ് എന്ന് പറഞ്ഞൊരു മോഡലാണ് വരുന്നത്. ഇതൊരു കുട്ടി ഡോറും ഇതൊരു മെയിൻ ഡോർ. തുറക്കുന്ന സമയത്ത് ഇതും നമുക്ക് ഓപ്പണബിൾ ആണ്. ഇത് നമുക്ക് ഓപ്പണബിൾ ആണ്. ഇതിലും എത്ര ലോക്ക് കാര്യങ്ങൾ? ഇതും സെയിം അത്രയും ലോക്ക് വരുന്നുണ്ട്. വുഡ് ഫിനിഷ്. വുഡ് ഫിനിഷിംഗില് ഇത് ഡിഫറെന്റ് നമുക്ക് ഡിസൈൻസിലും നമുക്ക് കിട്ടും. ഡിഫറെന്റ് ഇഞ്ചസും ഉണ്ട്. ഇതിപ്പോ നമുക്ക് വരുന്നത് റൈറ്റ് ഇഞ്ചസ് ആണ്, ഇതിന്റെ ലെഫ്റ്റ് ഇഞ്ചസും ഉണ്ട് നമുക്ക്. ഈ ഹാൻഡിലൊക്കെ ഇവിടെ തന്നെയാണോ? അല്ലല്ല, ഇത് നമുക്ക് ഇമ്പോർട്ടഡ് ആയിട്ട് ഡോറിനോടൊപ്പം വരുന്ന ഇതിനും നമുക്ക് സർവീസിങ് എല്ലാത്തിനും ഉണ്ട്. ഇത് GA സ്റ്റീലാണ്. ഇതിന്റെ 6 ഇഞ്ചസിലും ഉണ്ട്, 7 ഇഞ്ചസിലും ഉണ്ട്, 9 ഇഞ്ചസിലും ഉണ്ട്. ഇവിടെ ഫുൾ ഇമ്പോർട്ടഡ് ഡോർസ് ആണ് അതോ നമ്മൾ ഇവിടെ മേക്ക് ചെയ്യുന്ന ഡോർസ്? നമുക്ക് ഇവിടെ മേക്ക് ചെയ്യാൻ ഡോസ് ഉണ്ട്. നമ്മൾ ടാറ്റ സ്റ്റീലിന്റെ ഡോസ് ഉണ്ട്. നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് മേക്ക് ചെയ്യുന്ന ഡോസും ഉണ്ട്. ഈ ഫൈബറിന്റെ ഡോർസ് ഒക്കെ നമ്മൾ ഇവിടെ ചെയ്യുന്നതാണോ? അല്ല, ഇത് ഇമ്പോർട്ടഡ് ആണ് നമുക്കിത് ഫൈബർ. ബാക്കിയുള്ള നമ്മൾ ഇവിടെ തന്നെ നമ്മുടെ ഫാക്ടറിയിൽ മേക്ക് ചെയ്യുന്ന ഡോസ് നമുക്കുണ്ട്. മെയിൻ ഡോസും ഉണ്ട്, റൂം ഡോസും ഉണ്ട്, എല്ലാ ഡോസും വരുന്നുണ്ട്. ഈ ഫൈബർ ഡോർ മെയിൻ ആയിട്ട് 90, അതായത് റൂമിന്റെ സൈസിലാണോ വരുന്നത് അതോ ടോയ്ലറ്റിന്റെ അങ്ങനത്തെ സൈസിലൊക്കെ? നമുക്ക് ടോയ്ലറ്റ് വാഷ്റൂം ഡോസും ഉണ്ട്, നമുക്ക് ലഭ്യമാണ്. ഇത് റൂം ഡോസ് അല്ലാതെ ഇത് റൂം ഡോസ് ആണ്. ഈ ഡോസ് ഇത് വരുന്നത് നമുക്ക് വാഷ്റൂം ഡോസ് ആണ് വരുന്നത്.
ഇതൊരു ഡിസൈൻ ആണ്. നമുക്ക് ഡബിൾ ഡിസൈൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. പറയുന്ന ഡിസൈൻ ചെയ്ത് തരുമോ അങ്ങനെയാണോ? ചെയ്തല്ല, നമുക്ക് ഒരു കാറ്റലോഗ് ഉണ്ട്, ഡിസൈൻ ഒരു കാറ്റലോഗ് ഉണ്ട്, നമുക്കത് കാണാൻ പറ്റും. സെലക്ട് ചെയ്താൽ മതി. നിങ്ങൾ ബുക്ക് ചെയ്യുന്ന അനുസരിച്ച് നമ്മൾ അവിടെ വീട്ടിൽ ഡെലിവറി ചെയ്ത് ഫിക്സ് ചെയ്ത് തരും. ഷെയ്ഡും കാര്യങ്ങളും. അതെ അതെ. ഇപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് കട്ട്ലയുടെ ആവശ്യമില്ല. ഇമ്പോർട്ടഡ് ഡോസിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കട്ട്ലയുടെ ആവശ്യമില്ല. ഇതും അതുപോലെ തന്നെ. ഇതും അതെ, നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസൈൻസ് കളേഴ്സ്. വാഷ്റൂം ഡോസ് തന്നെ. ഇതെല്ലാം ഫൈബർ അല്ലേ? ഇതെല്ലാം ഫൈബറാണ്. ഇതും ഫൈബർ. ഇത് ഒരു ഗ്ലാസ് ഡിസൈൻ വരുന്നതാണ്. ഇതുപോലെ നമ്മള് കിച്ചണിലേക്ക് ഇതുപോലെ ഗ്ലാസ് ഫുള്ളി ഹാഫ് ഗ്ലാസ് വരുന്ന രീതിയിലും നമുക്ക് ഡോസ് ഡിസൈൻ, നിങ്ങൾക്ക് ഏത് ഡിസൈൻ ആണോ വേണ്ട അത് ഈ ഗ്ലാസ്സിൽ നമ്മൾ ഫിക്സ് ചെയ്ത്. ഇപ്പൊ നമ്മള് ഡോർസിന്റെ എല്ലാം കണ്ടു. അതുപോലെ തന്നെ ഇതിന് വിൻഡോസും കാര്യങ്ങളും വേറെ ഉണ്ട്. നമുക്ക് ടാറ്റ സ്റ്റീലിന്റെ ഡോറും ഉണ്ട്, വിൻഡോസും ഉണ്ട്. അത് 2 ഗേജിലാണ് വരുന്നത്. ഒന്ന് 16 ഗേജിലും 18 ഗേജിലും നമുക്ക് കാണാം. അതെ അതെ കാണാം. ഇതിപ്പം നമ്മള് ഗ്രിൽസ് ആണ് ആദ്യം കാണിക്കാൻ പോകുന്നത്. ഇത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗ്രിൽസ് ആണ്. ഇതിപ്പം SS ന്റെ റൗണ്ട് ഗ്രില്ലാ വരുന്നത്. റൗണ്ട് ഗ്രില്ല്, റൗണ്ട് പൈപ്പ്. അപ്പം ഇത് വരുന്നത് റാഡാണ്. സ്ക്വയർ ടൈപ്പില് റാഡാ വരുന്നത്, സോളിഡ് ആയിട്ട്. ഇത് നമ്മൾ സാധാ പട്ടാക്കമ്പി കണ്ടിട്ടില്ലേ, അതിന്റെ SS മോഡലായത് വരുന്നത്. ഇത് നമുക്ക് സാധാ പട്ടാക്കമ്പി വരുന്നത്. ഇത് വരുന്നത് സ്ക്വയർ ട്യൂബ് ആണ്. ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ ഇതിനായിരിക്കും, കൂടുതൽ ഇതാണ് പോകുന്നത്. ഇത് സ്റ്റീലിന്റെ സ്ക്വയറിന്റെ സ്റ്റീലിന്റെ. അതെ, ഇത് ഇവിടെ മേക്ക് ചെയ്താണ്. ഇത് നമ്മൾ ഡിസ്പ്ലേക്ക് വേണ്ടിട്ട് നമ്മൾ വെച്ചേക്കുന്നതാണ്. ഇത് ഓരോ ഡിസൈൻസ് കണ്ടില്ലേ, ഈ ഓരോ ഡിസൈൻസിലും നമ്മൾ ഇത് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നു. ഇതിപ്പോ ഈ വിൻഡോയുടെ സൈസ് ഫ്രഞ്ച് വിൻഡോയുടെ സൈസ് അല്ലേ? അതെ, ഈ വിൻഡോയുടെ സൈസ് എന്ന് പറയുന്നത് ഫ്രഞ്ച് വിൻഡോയുടെ സൈസ് ആണ്. 180 100 സൈസിലാണ് ഇത് വരുന്നത്. ഇതിന്റെ റേറ്റ് ഒക്കെ ഏകദേശം ഇതിന്റെ അല്ല, നമുക്ക് 3 പാളിയുടെ റേറ്റ് വരുന്നുണ്ട്. അതൊരു 11K ഒക്കെ സംതിങ് വരുന്നത്. അപ്പൊ ഇതിനും നമ്മൾ ഡോറിനൊക്കെ കൊടുത്തപോലെ തന്നെ വാറണ്ടി അതുപോലെ തന്നെ മെയിൻ്റെനൻസ്? അതെ, ഉണ്ട്. 10 years വാറണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത്. സർവീസിംഗും ഉണ്ട്. ഇപ്പൊ ഈ നോർമൽ വിൻഡോ നമ്മൾ കണ്ടില്ലേ, അപ്പൊ അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇതിപ്പം വരുന്നത് 140-60 സൈസില് പട്ടാക്കമ്പിയിലെ ഒറ്റപ്പാളിയിലെ വിൻഡോ ആണിത്. ഇതിപ്പം നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് ഒരു 4K സംതിങ് സ്റ്റാർട്ടിങ് വരും. അത് മെയിൻ്റെനൻസ് എല്ലാം ഉൾപ്പെടെ? അതെ അതെ. അല്ല, ഉൾപ്പെടെ അല്ല, മെയിൻ്റെനൻസ് ഉണ്ട്. നമുക്ക് അങ്ങനെ ഇഷ്യൂസ് വരാറില്ല. നമ്മള് അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ഇത് ചെയ്ത് നമ്മൾ കൊടുക്കുന്നത്. ഇതിന്റെ ബാക്കി വിൻഡോസ് പുറത്തുണ്ടോ? അതെ അതെ, കാണാൻ പറ്റും. നമുക്ക് കാണാം. ഇതിപ്പം നമ്മുടെ ഡബിൾ പാളിയാണ്. 140-100 സൈസിൽ വരുന്ന ഡബിൾ പാളി സ്ക്വയർ ട്യൂബിലാണ് ഇത് വരുന്നത്. അതെ, ടാറ്റ സ്റ്റീലിന്റെ തന്നെ വിൻഡോസ് ആണ്. ഇതിപ്പോ നമുക്ക് റീപ്പർ എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. ഇപ്പൊ നമുക്ക് ഗ്ലാസ് മാത്രം ഇതിൽ സെറ്റ് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ ലോക്സ് ഒക്കെ ഉണ്ട്. ഇത് നിങ്ങൾ തന്നെ കസ്റ്റമൈസ് ചെയ്യും? അതെ അതെ, ഞങ്ങൾ തന്നെ കസ്റ്റമൈസ് ചെയ്ത് മേക്ക് ചെയ്യുന്ന വിൻഡോസ് ആണ് ഇത്. അതേ സെയിം സാധനം, അതേ സെയിം ഐറ്റം ആണ് ഇത് ഇരിക്കുന്നത്. സ്ക്വയർ ട്യൂബിൽ തന്നെയാണ്. ഇത് എപ്പോക്സി ഫിനിഷിംഗിലാണ് വരുന്നത്. എപ്പോക്സി ഫിനിഷിംഗ്. ഇത് കസ്റ്റമൈസ് ചെയ്തുണ്ടാക്കിയേക്കുന്നതാണോ? അതായത് ഇതിപ്പം നോർമൽ ആയിട്ട് പ്ലെയിൻ ആയിട്ടുള്ള വിൻഡോ ആണ്. നമുക്ക് ഡിസൈൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ കസ്റ്റമൈസ് ചെയ്യും, കസ്റ്റമറിന്റെ പ്രിഫറൻസ് അനുസരിച്ച്. അതുപോലെയാണ് ഇത് വരുന്നത്. അതെ, ഇതിപ്പം 3 വിൻഡോസ് ആണ് വരുന്നത്. ഇതിപ്പം നമുക്ക് വരുന്നത് പറഞ്ഞ മോഡൽ, കസ്റ്റമർ ഇത് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു മോഡലാണ്. സൈസിൽ നമ്മൾ കസ്റ്റമൈസേഷൻ വരുന്നുണ്ട്. ഡിസൈൻസിൽ ഇതിപ്പോ പോളിലൂവർ ആണ് വരുന്നത്. പോളിലൂവർ എന്നാണ് ഇതിന് പറയുന്നത്. ഇത് ലൂവർ ആണ് വരുന്നത്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത് നമുക്ക് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യാനുസരണം ഇത് തിരിച്ച് ഇത് ഊരാൻ പറ്റും. ഈ ഒരു പാളി നമുക്ക് ഊരാൻ പറ്റും, ഊരി എടുക്കാൻ പറ്റും. നിങ്ങളുടെ ഈ പണികളെല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ തിരിച്ചിത് ഫിക്സ് ചെയ്ത് നിങ്ങളുടെ ആവശ്യാനുസരണം ചെയ്യാൻ പറ്റും. ഈ ഇങ്ങനത്തെ ഈ സൈസുള്ള ഡോറിന്റെ റേറ്റ് ഒക്കെ എത്രയാണ്? ഈ ഒരു സൈസ് വരുന്ന ഡോറുള്ള വിൻഡോസിനൊക്കെ വരുന്നത് ഒരു 13K 14K ഒക്കെ അടുത്ത് വരും. നമ്മളൊരു എസ്റ്റിമേഷൻ ആണ് കൊടുക്കുന്നത്. നമ്മള് കസ്റ്റമർ വരുമ്പോൾ നമുക്കൊരു പ്ലാനും ഡീറ്റെയിൽസും ജോയിനറി ഡീറ്റെയിൽസും ഒക്കെ തരും. അതിനനുസരിച്ച് അവരുടെ പ്രിഫറൻസിനനുസരിച്ച് നമ്മൾ ഒരു കൊട്ടേഷൻ ആയിട്ട് കൊടുക്കുക. എസ്റ്റിമേഷൻ ഇട്ട് കൊടുക്കും. ഇതിന്റെ സൈസും കാര്യങ്ങളും ഇതിന്റെ സൈസ് വരുമ്പത്തേനും ഇത് 200 140 വരും. ക്വാളിറ്റി
ക്വാളിറ്റി ഇതിപ്പം 16 ഗേജിലാണ് ഇരിക്കുന്നത്. നമുക്ക് 18 ഗേജും ഉണ്ട് 16 ഗേജും ഉണ്ട്. 16 ഗേജിലാണ് വന്നത്. 1.5 ഷീറ്റിന്റെ തിക്നെസ് വരും. 1.5. ഇത് വരുന്ന ഡോർ. ഇത് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത ഡോറാണ്. നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. നമ്മൾ ഡിസൈൻ ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത ഒരു ഡോറായത്. ഇവിടെ ചെയ്താണോ അതോ ഇത് നമ്മൾ ഇവിടെ ചെയ്തതാണ്. ഞങ്ങൾ തന്നെ ഡിസൈൻ ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത ഡോറായത്. കസ്റ്റമർ പറയുന്ന ഡിസൈൻ അനുസരിച്ചിട്ടാണോ നിങ്ങൾ? കസ്റ്റമർ നമ്മളോട് പറയും നിങ്ങൾക്ക് ഒരു ഡിസൈൻ ചെയ്ത് തരാമോ ചോദിക്കും. നമ്മളൊരു ഡിസൈൻ ചെയ്യും. അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു പ്രിഫറൻസ് ഡിസൈനിൽ ഉണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്തു കൊടുക്കും. ഇതിപ്പം ഇരിക്കുന്നത് ഇതിപ്പോ സിംഗിൾ ഡോറ്. നമ്മളിത് കിച്ചൺ ഡോറിന് വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ പുറത്തേക്ക് ഇറങ്ങാനുള്ള രീതിയിൽ കിച്ചൺ ഡോറിന് വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മെറ്റീരിയൽ ടാറ്റ സ്റ്റീൽ തന്നെ. ലാസ്റ്റ് പെയിന്റ് അടിക്കാൻ മാത്രമേ ഉള്ളൂ. ഇതിപ്പോ എപ്പോക്സിയുടെ പെയിന്റിങ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോ എപ്പോക്സി പെയിന്റിങ് ഫിനിഷിംഗിലാണ് ഇത് വരുന്നത്. അപ്പം ഇത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് വുഡ് ഫിനിഷിംഗിൽ പെയിന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് ഇവിടെ ചെയ്ത് കൊടുക്കുമല്ലേ? ഇല്ല, നമ്മളത് ചെയ്യുന്നില്ല. നമ്മൾ എപ്പോക്സി ഫിനിഷിംഗിലാണ് ചെയ്ത് കൊടുക്കുന്നത്. ഡബിൾ കോട്ടിംഗ് ആയിട്ട് പ്രൈമർ ഒക്കെ അടിച്ച്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കളർ തീം അല്ലെങ്കിൽ അത് കസ്റ്റമറിന് ഡിസൈഡ് ചെയ്യാം. ഹാൻഡിലെല്ലാം ഇവിടെ തന്നെയാണ്. ഹാൻഡിലെല്ലാം ഇവിടെ തന്നെ. ഇത് മോട്ടീവ് സ്ലോക്കാണ്. ഹാൻഡിലും ഡിഫറെന്റ് ടൈപ്പ് ഹാൻഡിൽസും നിങ്ങൾ പറയുന്ന രീതിയിൽ ഹാൻഡിൽ നമ്മൾ ഫിക്സ് ചെയ്യും. ഏത് കമ്പനി നമ്മൾ ഫിക്സ് ചെയ്യും. ഇതും അതുപോലെ തന്നെ റൂം ഡോർസ് ആണ്. റൂമിന് വേണ്ടി നമ്മൾ ഡിസൈൻ ചെയ്ത ഒരു ഡോറാ. ഇതും അതുപോലെ തന്നെ കൊണ്ടുവച്ചാൽ മതി. ഇത് കൊണ്ട് വെച്ചാൽ മതി. ഇത് നമ്മൾ ഇൻസ്റ്റലേഷൻ ഇല്ല. നിങ്ങൾക്കിത് സാധാരണ കട്ട്ലൈൻ ജനറൽ ഫിക്സ് ചെയ്യുന്ന പോലെ നമുക്ക് ഫിക്സ് ചെയ്യാം. ഇതിനിപ്പോ റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാ വരും? ഇതിനൊരു സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് 13K സ്റ്റാർട്ടിങ് വരും. ഈ കസ്റ്റമൈസ് ചെയ്യുന്നതിന് ഇൻസ്റ്റാളേഷൻ ഉണ്ടെന്നാണോ? അതെ, നമ്മൾ ഇത് ഇവിടെ ചെയ്യുന്ന ഡോസ് ആണ്. ഇവിടെ ചെയ്യുന്ന ഡോസ് നമ്മള് ഇൻസ്റ്റലേഷൻ അങ്ങനെ ഇല്ല. ഇമ്പോർട്ട് ചെയ്യുന്ന ഡോസിന് ഇൻസ്റ്റലേഷൻ ആണ്. അപ്പൊ ഇതിനും മറ്റേ ഇതുപോലെ വാറന്റി അല്ലെങ്കിൽ മെയിൻ്റനൻസ് അങ്ങനെ ഉണ്ട്. ഇതിനും 10 years വാറന്റിയാ വരുന്നത്. സർവീസിംഗ് ഒക്കെ ഉണ്ട്. പ്രൊഡക്ഷന്റെ കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ സെയിൽസ് എക്സിക്യൂട്ടീവ് വൈഷ്ണവ് പറഞ്ഞു. നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടുത്തെ എല്ലാം നമ്മൾ തന്നെ പ്രൊഡക്റ്റ് ചെയ്യുന്നത്. ഇതെല്ലാം നമ്മൾ പ്രൊഡക്റ്റ് ചെയ്യുന്നതാണ്. നമുക്ക് ഷീറ്റ് കട്ട് ചെയ്യുന്ന ഭാഗത്തേക്ക് പോവാം. ഇവിടെയാണ് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത്. ഇതാണ് ഷീറ്റ് കട്ടിംഗ് മെഷീൻ വരുന്നത്. ഇവിടെയാണ് നമ്മൾ മെഷർമെന്റ് അളവ് അനുസരിച്ച് ഷീറ്റ് കട്ടിങ് വരുന്നത്. പിന്നെ കട്ടിങ്ങിന് നമുക്ക് നേരിട്ട് ബെൻഡിങ്ങിലേക്ക് പോകുന്നു. നമുക്കിപ്പോൾ അത് ഏത് അളവാണെങ്കിൽ പോലും നമുക്ക് ആ രീതി കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. കാരണം കസ്റ്റമർക്ക് അളവാണെങ്കിൽ ചിലപ്പം അതവർക്ക് ബുദ്ധിമുട്ടായിരിക്കും കിട്ടാൻ. നമുക്കത് ഏത് രീതി വേണം നമുക്ക് കസ്റ്റമൈസ് എടുക്കാൻ പറ്റും. അതാണ് വേറെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാൻ പറ്റും നമുക്ക്. ഷീറ്റുകൾ തന്നെ നമ്മൾ 2 തരത്തിലാണ് ഉള്ളത്. 16 ചെയ്യുന്നുണ്ട്, 18 ചെയ്യുന്നുണ്ട്. ഇതാണ് അപ്പൊ ഫാക്ടറി. അതെ, നമുക്ക് ഇതിനകത്താണ് എല്ലാം നമ്മൾ മാനുഫാക്ചർ ചെയ്തത്. ഓൺ പ്രൊഡക്ഷൻ ഇവിടെയാണ് നടക്കുന്നത്. എന്തൊക്കെ ടൈപ്പ് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നത്? സ്റ്റീൽ മാത്രമുള്ള അതോ വേറെ സ്റ്റീൽ വിൻഡോസും ഡോർസും ആണ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത്? പിന്നെ വരുന്നത് അവരവരുടെ ഡിസൈൻസ് ആണ്. അനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തുന്നത്. കസ്റ്റമർ അവരവരുടെ ഡിസൈൻസ് അവർക്ക് ഉണ്ടാവുമല്ലോ ഓട്ടോമാറ്റിക്കലി. അപ്പൊ അവർ കാണിക്കുന്ന ഡിസൈൻസ് നമ്മൾ ചെയ്ത് കൊടുക്കും, കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് ഓരോ പൈപ്പുകളിലെ വ്യത്യാസങ്ങളാണ്. നമ്മൾ നേരത്തെ പരിചയപ്പെട്ട പോലെ SS വരുന്നുണ്ട്. പിന്നെ സാധാ സ്ക്വയർ പൈപ്പ്, അതിന്റെ റൗണ്ട്, അതെല്ലാം ഒരു കസ്റ്റമർ ഓരോ ഇഷ്ടമനുസരിച്ച് വിൻഡോസ് വെക്കുന്ന പൈപ്പുകളിലെ മാറ്റങ്ങൾ നോർമലായിട്ട് വരുന്നുണ്ട്. അതുപോലെ ഏതൊക്കെ ടൈപ്പ് ഇഞ്ചസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്? നമ്മൾ ബട്ടർഫ്ലൈ ഇഞ്ചസ് ചെയ്യാറുണ്ട്, പിന്നെ പിന്നിഞ്ച് ചെയ്യാറുണ്ട്. പിന്നിഞ്ചസിന്റെ ഒരു മെയിനായിട്ട് നമുക്ക് മെയിൻ്റെനൻസ് വരുവാണെങ്കിൽ നമുക്ക് പോളി ഊരി മാറ്റി വെക്കാൻ പറ്റും. അതാണ് അതിന്റെ വരുന്നത്. മറ്റേത് ഫിക്സഡ് ആയിട്ട് തന്നെ ഇരിക്കുള്ളൂ. ആ ഒരു വ്യത്യാസം വരുന്നത്. ഡോറിന് നമുക്ക് ബട്ടർഫ്ലൈ വരുന്നത്. വിൻഡോയ്ക്ക് ബട്ടർഫ്ലൈയും വെക്കാറുണ്ട്, സാധാ പിന്നിഞ്ചസും വെക്കാറുണ്ട്. പിന്നിഞ്ചസ് ആണ് നോർമലി കൂടുതലും പോകുന്നത്. അല്ലാത്തവർക്ക് ഫിക്സഡ് ആയിട്ട് വേണമെന്നുള്ളവർക്കാണ് നമ്മൾ ബട്ടർഫ്ലൈ വെച്ച് കൊടുക്കുന്നത്.
അതും അവരുടെ താല്പര്യപ്രകാരം മാത്രമാണ് ചെയ്തു കൊടുക്കുന്നത്. ഇവിടുത്തെ മറ്റേ വിൻഡോസിന് പൈപ്പുകൾ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞില്ലേ? പൈപ്പുകൾ അവരവരുടെ ഒരു രീതി അനുസരിച്ച്, അതായത് SS വേണ്ടവർക്ക് SS ചെയ്യും. അപ്പൊ അത് ഇവിടെ തന്നെ മേക്ക് ചെയ്യുന്നതാണോ അതോ പൈപ്പുകൾ നമ്മൾ ചെയ്ത് മേടിക്കുന്നതാണ്. മാനുഫാക്ചറിങ് വരുന്ന നമുക്ക് ഷീറ്റുകൾ ബെൻഡ് ചെയ്യുന്നു, അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുക ചെയ്യുന്നു. വെൽഡിങ്ങും കാര്യങ്ങളൊക്കെ വെൽഡിങ്ങും സെക്ഷൻ എല്ലാം ഈ കാണുന്നതാണ്. നമ്മൾ ഇവിടെ തന്നെ വെൽഡിങ് ചെയ്യുന്നത്. പെയിന്റിങ് അപ്പുറത്ത് സെക്ഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ വന്നപ്പോൾ തന്നെ ഞങ്ങൾ ഈ ഒരു വിൻഡോ, ഈ ഒരു ഡോർ ഞങ്ങൾ ശ്രദ്ധിച്ചു. അത് വീടിൻ്റെതാണോ അല്ലെങ്കിൽ ഇല്ല, നമുക്കതൊരു പള്ളിയുടെ വർക്ക് വന്നേക്കുന്നതാണ്. നമ്മൾ പള്ളിയുടെ വർക്ക് നമ്മൾ ഏറ്റെടുത്ത് ചെയ്തേക്കുന്നതാണ്. അപ്പൊ അവർക്ക് വേണ്ട ഒരു ആകൃതിയിലാണ് അവർ നമുക്ക് ഡിസൈൻ തന്നേക്കുന്നത്. ഇത് ഫ്രണ്ട് ഡോർ ആണോ അല്ലെങ്കിൽ പള്ളിയുടെ ഡോറായിട്ടാണ് വരുന്നത്. ഫ്രണ്ട് ഡോറ് വേറെ ഡിസൈൻ വരുന്നുണ്ട്. ഇത് ഏകദേശം ഒരു ഭാഗത്തെ ഒരു ഡോറാണ് വന്നേക്കുന്നത്. സൈസ് വരുന്നത് സൈസ് അവര് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി അവർ അളവ് തന്നിട്ടുണ്ട്. നമ്മൾ അളവ് നീക്കി കൊടുത്തേക്കുന്നത് അവരുടെ പ്രകാരം. അതുപോലെ തന്നെ അവർ തന്നൊരു ഡെമോയുടെ ഒരു മോഡലാണ് ഈ കാണുന്നത്. ഡിസൈൻ അവർ തന്നു, നമ്മൾ ആ രീതി നീക്കി കൊടുത്തിരുന്നു. വീടിന്റെ അല്ലാതെ കൊമേഴ്സ്യൽ ബിൽഡിംഗ്സ് അങ്ങനെയുള്ള നമുക്ക് ഫിക്സഡ് ഗ്ലാസ് വേണ്ടവർക്ക് ആ രീതി നമ്മൾ ചെയ്ത് കൊടുക്കും. അകത്ത് ഈ ഗ്രില്ലില്ലാതെ ഫിക്സഡ് ഗ്ലാസ് മാത്രം വെക്കുന്നവരാണ്. അപ്പൊ അത് റിസോർട്ട് വർക്കൊക്കെ ആയിരിക്കും. അപ്പൊ ആ രീതി വേണ്ട ഈ സെറ്റപ്പ് നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. പള്ളി വീട് നമ്മൾ മൊത്തത്തിൽ വർക്ക് ഏറ്റെടുക്കാറുണ്ട്. അപ്പൊ ഞങ്ങൾ നിങ്ങളുടെ പ്രൊഡക്ഷൻ കണ്ടു, പ്രൊഡക്റ്റ് കണ്ടു, ഫാക്ടറിയും കണ്ടു. അപ്പൊ ഞങ്ങൾക്ക് ഇനിയിപ്പോ ചെറിയൊരു ഡൗട്ട് ചോദിക്കാനുണ്ട്. നമ്മളിപ്പോ ഒരു വീട് പണിയാൻ എടുക്കുവാണ്. അന്നേരം ഇപ്പം നമ്മൾ നോർമലി എല്ലായിടത്തും യൂസ് ചെയ്യുന്നത് വുഡാണ്. ഇപ്പം വുഡിന് പകരമായിട്ട് ഇവിടെ ഇപ്പൊ സ്റ്റീലിന്റെ ഈ പ്രോഡക്ട്സ് യൂസ് ചെയ്യുമ്പോൾ ഏകദേശം എത്രത്തോളം ലാഭം നമുക്ക് ഇതിൽ നിന്ന് കിട്ടും? നമുക്കൊരു പകുതിയോളം ലാഭം. പകുതി ഒരു വീട് പണി ഒരു പകുതി നമുക്കൊരു 50% ലാഭം നമുക്ക് നേടാൻ പറ്റും. അതുപോലെ തന്നെ ഓൾ കേരള ഡെലിവറി ആണ്. ഓൾ കേരള ഡെലിവറി വരുന്നത് നമുക്ക് എല്ലായിടത്തും നമുക്ക് എത്തി കൊടുക്കാൻ പറ്റും. ഡെലിവറി ചാർജും കാര്യങ്ങളും ഡെലിവറി ചാർജ് നമുക്ക് കമ്പനിയെ റൂൾ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് 1 lakh ബില്ലിൽ നമ്മൾ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് 40 കിലോമീറ്റർ വരെ ഫ്രീ ഡെലിവറി ആയി. അതിന് പിന്നെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെതായ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും കാര്യങ്ങൾ. ഇപ്പൊ നമുക്കൊരു അത്യാവശ്യ ഘട്ടങ്ങൾ കസ്റ്റമർ എൻക്വയറി വരാറുണ്ട്. പെട്ടെന്ന് നമുക്ക് സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി അത് നമ്മളിവിടെ ചെയ്ത് കൊടുക്കാറുണ്ട്. നമ്മൾ സ്റ്റോക്കായിട്ട് എപ്പോഴും നമ്മൾ ചെയ്ത് വെക്കാറുണ്ട്. സ്റ്റോക്ക് അടിച്ചു വെക്കും. അപ്പൊ കസ്റ്റമർക്ക് ഏത് അത്യാവശ്യ ഘട്ടം വന്നാൽ പോലും നമുക്ക് ഡെലിവറി സ്പോട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ എത്ര ദിവസം കൊണ്ട് ഡെലിവറി ചെയ്യും? നമുക്കൊരു ഓർഡർ നമുക്ക് തരുവാണെങ്കിൽ മാക്സിമം നമുക്ക് 10 വർക്കിംഗ് ഡേയ്സ് മതി. 10 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമ്മൾ മാക്സിമം ചെയ്ത് കൊടുക്കും. സ്പോട്ട് ഡെലിവറി ഉണ്ട്. സ്പോട്ട് ഡെലിവറി ചെയ്ത് കൊടുക്കും. ഏത് അത്യാവശ്യ ഘട്ടം വന്നാലും നമുക്ക് ആ രീതി നമുക്ക് കസ്റ്റമറെ ബുദ്ധിമുട്ട് ഉണ്ടാക്കാതെ നമ്മളെ ചെയ്ത് കൊടുക്കും. വർക്കേഴ്സും കാര്യങ്ങളും ഉണ്ട്. 10-40ഓളം വർക്കേഴ്സ് അകത്ത് വരുന്നുണ്ട് നമുക്ക് ചെയ്യാൻ. അതിനകത്ത് പെയിന്റേഴ്സ്, വെൽഡേഴ്സ് എല്ലാവരും നമ്മൾ വരുന്നുണ്ട്. ലാഭം നോക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോളിയോ സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ് നിങ്ങൾക്ക് തീർച്ചയായും ഒരു മുതൽക്കൂട്ടായിരിക്കും. ഇതിന്റെ കോൺടാക്ട് നമ്പർ ഞങ്ങൾ താഴെ കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.